ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 3-ലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എക്സാമിന് വരുന്ന ഏകദേശം നമുക്കൊരു ഹോപ്പ് വെക്കാൻ പറ്റിയ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. എന്തായാലും ഈ മോഡൽസ് ഒക്കെ ഉണ്ടായിരിക്കും. ഇതെന്തായാലും പഠിക്കാതെ നിൽക്കരുത്, എല്ലാം ഒന്നേ കവർ ചെയ്ത് പോവുക കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡിവിഷൻ അൽഗോരിതം സ്റ്റേറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഡിവിഷൻ അൽഗോരിതം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ തിയറിയിലെ ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ളൊരു തിയറാണ് എന്ത്? ഡിവിഷൻ അൽഗോരിതം. അപ്പോൾ അവിടെ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ ഒരു നമ്പറിനെ ഇപ്പോൾ ഡിവൈഡ് ചെയ്യാമെന്ന് വിചാരിക്കാം. ഇപ്പോൾ നോക്കിയേ ഇവിടെ 10/3. അപ്പോൾ 10/3 എന്ന് പറഞ്ഞാൽ എന്താണ്? 10ൽ 3 ടൈംസ് പോകും. 3 3s are 9, റിമൈൻഡർ 1. അതായത് ഇവിടെ നമുക്ക് 10 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിവിഡൻറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാം? കോഷ്യൻ്റ് ഇൻറ്റു ഡിവൈസർ പ്ലസ് റിമൈൻഡർ എന്നുള്ള രീതിയിൽ എഴുതാം. അതെന്നെയാണ് എന്ത് ഇവിടെ നമ്മൾ ഉദ്ദേശിച്ച ഡിവിഷൻ അൽഗോരിതം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ A = BQ + R എന്ന് പറഞ്ഞ ഫോമിൽ എഴുതാൻ പറ്റുകയാണെങ്കിൽ അതാണ് എന്ത്? ഡിവിഷൻ അൽഗോരിതം എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു ഇൻറ്റീജേഴ്സിന് നമുക്ക് ഈ ഒരു ഫോമിൽ എഴുതാൻ പറ്റും എന്നാണ് അതിൻ്റെ മീനിങ്. ഇനി ഫൈൻഡ് ദ GCD ഓഫ് 252 ആൻഡ് 105. അപ്പോൾ GCD കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിവിഷൻ അൽഗോരിതം യൂസ് ചെയ്തിട്ടാണ് GCD കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ 252ഉം 105 ഈ രണ്ട് നമ്പേഴ്സിൻ്റെ GCD കണ്ടുപിടിക്കണമെങ്കിൽ ഇതിൽ ലാർജസ്റ്റ് നമ്പർ ഏതാണോ, ലാർജസ്റ്റ് നമ്പർ ഏതാ ഇവിടെ? 252 ആണ് എന്ത്? ലാർജസ്റ്റ് നമ്പർ വരുന്നത്. അപ്പോൾ ആ 252 = ഇനി 105ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുമോ നോക്കുക. പക്ഷേ എന്തായിരിക്കണം? ഈ 252-നേക്കാട്ട് മേലോട്ട് പോകാൻ പാടില്ല, അതിന് തൊട്ട് താഴെയുള്ള നോക്കുക. അപ്പോൾ 105 × 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വാല്യൂ കിട്ടും. അതിനോട് 42 ആഡ് ചെയ്താൽ മാത്രമേ 252 കിട്ടൂ. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പിൽ എഴുതിയത്. ഇനി നമ്മൾ എടുക്കേണ്ടത് 105ഉം 42ഉം കമ്പയർ ചെയ്യുക. അതിലേറ്റവും വലുതേതാ? 105. അപ്പോൾ 105ന് എന്ത് ചെയ്യണം? നെക്സ്റ്റ് സ്റ്റെപ്പിൽ 42നെ മൾട്ടിപ്പിൾ ആയിട്ട് സെയിം മോഡൽ എഴുതണം. അപ്പോൾ 42 × 2 എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം 84 ആണെന്ന്. അപ്പോൾ 84നോട് 21 ആഡ് ചെയ്താൽ മാത്രമാണ് എന്ത്? 105 കിട്ടുക. അതാണ് നമ്മളെ സെക്കൻഡ് സ്റ്റെപ്പ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഏതായിരിക്കും കമ്പയർ ചെയ്യുക? 42ഉം 21ആണ് കമ്പയർ ചെയ്യുക. അതിലേറ്റവും വലുതാരാ? 42. അപ്പോൾ 42നെ 21നെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുമോ നോക്കുക. 21 × 2 എന്ന് പറഞ്ഞാൽ 42 ആണ്. ആ 42നോട് 0 ആഡ് ചെയ്താലാണ് 42 തന്നെ കിട്ടുക. അത് ജസ്റ്റ് ആഡ് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമുക്ക് ലാസ്റ്റ് 0 വരുന്നവരെ കിട്ടണം. 0ൻ്റെ തൊട്ട് മുന്നേ ഏത് നമ്പറാണോ, അതായത് 0ൻ്റെ തൊട്ട് മുന്നേ ഏത് നമ്പറാണ്? 21. അതായിരിക്കും നമ്മളെ GCD എന്ന് പറഞ്ഞാൽ. അപ്പോൾ GCD എത്രയാണ്? 21. ക്ലിയർ ആണല്ലോ. ഇനി നെക്സ്റ്റ് സ്റ്റേറ്റ് ദ വെൽ ഓർഡറിങ് പ്രിൻസിപ്പിൾ. അപ്പോൾ വെൽ ഓർഡറിങ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ഒരു പ്രോപ്പർട്ടി ആണ് എന്ത്? വെൽ ഓർഡറിങ് പ്രിൻസിപ്പിൾ എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ. വെൽ ഓർഡറിങ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എവ്രി നോൺ എംപ്റ്റി സെറ്റ് ഓഫ് നോൺ നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് കണ്ടെയ്ൻസ് എ ലീസ്റ്റ് എലമെൻറ്റ്. അതായത് എല്ലാ ഒരു നോൺ നെഗറ്റീവ് ഇൻറ്റീജേഴ്സിൻ്റെ ഒരു സെറ്റിൻ്റെ അകത്ത് ഒരു ലീസ്റ്റ് എലമെൻറ്റ് കണ്ടെയ്ൻ ചെയ്യുന്നതാണ് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഇപ്പം നമുക്കൊരു പോസിറ്റീവ് ഹോൾ നമ്പേഴ്സിൻ്റെ കളക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ എന്താണ് അവിടെ ഒരു നമ്പർ ഉണ്ടായിരിക്കും. ആ ഒരു സെറ്റിൻ്റെ അകത്തുള്ള ഒരു സ്മോളസ്റ്റ് നമ്പർ എന്തായാലും ഉണ്ടായിരിക്കും. അതാണ് എന്ത്? വെൽ ഓർഡറിങ് പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് ബൈ ഹാർട്ട് തന്നെ പഠിക്കാം. കാരണം സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഡിഫൈൻ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ എഴുതണം. ഒരിക്കലും നിങ്ങളെ ക്രിയേഷൻ വെച്ചിട്ട് എഴുതാൻ പാടില്ല. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ. 3 athletes, Aman, Bina and Caleb are running on a circular track. അപ്പോൾ ഇവർ 3 പേരും ഒരു സർക്കുലർ ട്രാക്കിൽ റൺ ചെയ്യാണ്. Aman takes 90 seconds, Bina takes 120 seconds and Caleb takes 150 seconds to complete one full lap. ഒരു ഫുൾ ലാപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അമന് 90 സെക്കൻഡ്സും ബിന 120 സെക്കൻഡ്സും കാലബ് 150 സെക്കൻഡ്സും ആണ് എടുക്കുന്നത്. If they all start from the same point at 8 AM, then at what exact time will they all meet at the starting point again for the first time? അതായത് ഇവർ 3 പേരും സെയിം പോയിന്റിൽ 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ടൈമിലാണ് ഇവരെന്ത് ചെയ്യുക? വീണ്ടും ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വീണ്ടും എത്തുന്നത് ഏത് ടൈമിലാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ മൊഡ്യൂൾ 3ൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ആലോചിക്കുക, LCM ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അതായത് ഏറ്റവും
ഫസ്റ്റ്, അതായത് ഏറ്റവും ഫസ്റ്റ് വീണ്ടും എത്തുന്നത് ആരായിരിക്കും. അപ്പോൾ നമുക്ക് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിളാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഈ 3 വാല്യൂസിൻ്റെ 90, 120, 150. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ കണ്ടുപിടിക്കണമെങ്കിൽ ഈ 3 നമ്പേഴ്സിൻ്റെയും പ്രൈം ഫാക്ടറൈസേഷൻ എഴുതാം. പ്രൈം ഫാക്ടറൈസേഷൻ അറിയാലോ, എങ്ങനെയായിരുന്നു നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക? ഇപ്പം 90 ആണ്, 90 നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ചെറിയ പ്രൈം നമ്പർ 2. അപ്പോൾ 90നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 45. വീണ്ടും 45നെ ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂലേ? അപ്പോൾ എത്ര കിട്ടും? 4 ഒരു പ്രാവശ്യം, ബാക്കി 15. ഇപ്പോൾ 15 അല്ലേ ആൻസർ കിട്ടുക. ഇനി അടുത്തത് 50ൽ ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക? 3നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 3നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 3 × 5 ആണ് 15. അപ്പോൾ ഈ 90നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 3² × 5 എന്ന് എഴുതാം. ഇതാണ് എന്ത് നമ്മളെ പ്രൈം ഫാക്ടറൈസേഷൻ. അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? 120നെയും കണ്ടുപിടിക്കുക, 150നെയും കണ്ടുപിടിക്കുക. ഇനി ഇതിൻ്റെ അകത്തുനിന്ന് എങ്ങനെയാണ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ LCM കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ, ഇവിടെ നോക്കാം, ഈ ആദ്യം 2 ഒക്കെ നോക്കുക. അതായത് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ നമുക്ക് ആദ്യം നമ്മൾ പ്രൈം നമ്പർ എടുക്കുന്നത് 2 ആണ്. അപ്പോൾ ആദ്യത്തേൽ 2 ഉണ്ട്, 2³ ഉണ്ട്, 2 ഉണ്ട്. അതിലേറ്റവും വലുതാരാ? 2³. അപ്പോൾ ആ 2³ ഞാൻ ഇവിടെ എടുത്തു, 2³ എടുത്തു. ഇനി സെക്കൻഡിൽ 3² ഉണ്ട്, 3 ഉണ്ട്, 3 ഉണ്ട്. അതിലേറ്റവും വലുതാരാ? 3² എടുത്തു. ഇനി അടുത്തേലോ 5, 5, 5² എന്നാ. അപ്പോൾ ആരെയായിരിക്കും നമ്മൾ എടുക്കുക? 5² എന്നാ. ഇനി എന്ത് ചെയ്യുക? ഇത് 3 കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 8 × 9 × 25 എന്ന് വരും. അതായത് 1800 സെക്കൻഡ്സ് എന്ന് കിട്ടി. അതാണ് നമ്മൾ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. പക്ഷേ നമുക്കിത് സെക്കൻഡിലാണ് കിട്ടിയത്. നമുക്കിതിനെന്ത് ചെയ്യണം? എക്സാക്റ്റ് ടൈം ഒരിക്കലും നമ്മൾ സെക്കൻഡിൽ പറയില്ലല്ലോ. ഇപ്പം 9:30 അല്ലെങ്കിൽ 9:45 എന്ന് പറഞ്ഞാൽ, അതായത് മിനിറ്റ്സിലാണ് നമ്മൾ പറയുക. അപ്പോൾ ഈ 1800നെ മിനിറ്റ്സിലോട്ട് മാറ്റണമെങ്കിൽ 16നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 16നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 30 മിനിറ്റ് എന്ന് കിട്ടും. ഇനി നമുക്കറിയാം എന്ത്? സ്റ്റാർട്ടിങ് ടൈം 8 AM ആണ്. അപ്പോൾ മീറ്റിംഗ് ടൈം, അതായത് അവർ വീണ്ടും മീറ്റ് ചെയ്യുന്ന ടൈം കണ്ടുപിടിക്കണമെങ്കിൽ ഈ 30 മിനിറ്റ്സ് ആഡ് ചെയ്താൽ മതി. അതായത് 8:30 മിനിറ്റ്സ് എന്നാണ് കിട്ടുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്മെറ്റിക് ആൻഡ് അപ്ലൈ ടു ഫൈൻഡ് ദി കനോണിക്കൽ ഡീകമ്പോസിഷൻ ഓഫ് 5040. ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് സ്റ്റേറ്റ് ചെയ്യാനാണ് നമ്മളോട് ആദ്യം പറഞ്ഞത്. എന്താ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് പറയുന്നത്? എവറി ഇൻറ്റീജർ n greater than 1 ഈസ് എയ്തർ എ പ്രൈം നമ്പർ ഓർ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് എ പ്രൊഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ആൻഡ് ദിസ് റെപ്രസെൻറ്റേഷൻ ഈസ് യുണീക്ക് എക്സെപ്റ്റ് ഫോർ ദി ഓർഡർ ഓഫ് ദി ഫാക്ടേഴ്സ്. എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ തന്നെയാണ് ഇവിടെ പറയുന്നത്. ഏതൊരു 1നെക്കാട്ടും വലിയ ഏതൊരു നമ്പർ എടുത്തു കഴിഞ്ഞാലും അതിന് നമുക്ക് പ്രൊഡക്റ്റ് ഓഫ് പ്രൈം ആയിട്ട് എഴുതാം. നമുക്ക് അതിൻ്റെ ഓർഡർ നമ്മളവിടെ കൺസിഡർ ചെയ്യുന്നില്ല എന്ന് അല്ലേ. അപ്പോൾ കനോണിക്കൽ ഡീകമ്പോസിഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? പ്രൈം ഫാക്ടറൈസേഷൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യം മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് ഇതേപോലെ എഴുതി ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ അടിക്കേണ്ട. പ്രൈം ഫാക്ടറൈസേഷൻ തന്നെയാണ്, ജസ്റ്റ് നെയിം കൊടുത്തതേ ഉള്ളൂ. ഇനി എന്താ നമ്മോട് ചോദിച്ചത്? കനോണിക്കൽ ഡീകമ്പോസിഷൻ ഓഫ് 5040. ഇതൊക്കെ വേറെ വേറെ പേരുകളാണ്. അപ്പം 5040ൻ്റെ കനോണിക്കൽ ഡീകമ്പോസിഷൻ എങ്ങനെയാണ് ചെയ്യുക? നമുക്ക് ഈ 5040 നമുക്ക് 10 × 504 എന്ന് എഴുതാം എളുപ്പത്തിൽ. ഇനി 10ന് നമുക്ക് 2 പ്രൈം നമ്പേഴ്സിൻ്റെ എങ്ങനെ എഴുതാം? 2 × 5 എന്ന് എഴുതിക്കൂടെ 10ന്? ഇനി 504നെ നമുക്ക് 2 കൊണ്ട് ഡിവിസിബിളാണ്. അപ്പോൾ 2 × 252 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ എന്താ നമുക്ക് കിട്ടിയത്? 2 × 5 × 2 × 252. ഇവിടെ 2 എത്ര പ്രാവശ്യമുണ്ട്? 2 പ്രാവശ്യം. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്താൽ 2² × 5 × 252 എന്ന് എഴുതാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ? 252നെ വീണ്ടും ചെറുതാക്കണം. വീണ്ടും നമുക്ക് 2ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതിക്കൂടെ? 2 × 126 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ എത്ര 2 ആയി? 2² വന്ന് ഇവിടെ ഒരു 2 വന്ന്. അപ്പോൾ 2² × 2 എന്ന് പറഞ്ഞാൽ 2³. അപ്പോൾ 2³ × 5 × 126 എന്ന് വരും. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ വീണ്ടും 126നെ 2ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാം. അപ്പോൾ 2 × 63 എന്ന് എഴുതാം. അപ്പോൾ എത്രയാണ് ഇവിടെ? 2³ × 2 എന്ന് പറഞ്ഞാൽ 2⁴. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ
2⁴ ഇൻറ്റു 5 ഇൻറ്റു 63 എന്ന് എഴുതാം. ഇനി 63 നമുക്ക് ആരൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം? 9 ഇൻറ്റു 7 എന്ന് എഴുതിക്കൂടെ? അപ്പോൾ 9 ഇൻറ്റു 7 എന്ന് എഴുതാം. അടുത്ത സ്റ്റെപ്പിൽ അത് എഴുതി. അപ്പോൾ ഞാൻ ഇതിനൊന്ന് വൃത്തിക്ക് എഴുതി 2⁴ ഇൻറ്റു 5 ഇൻറ്റു 7 ഇൻറ്റു 9 എന്ന് എഴുതി. ഇനി 9 നമുക്ക് ആരെങ്കിലും മൾട്ടിപ്ലൈ ആയിട്ട് എഴുതിക്കൂടെ? 9നെ 3 ഇൻറ്റു 3 എന്ന് എഴുതിക്കൂടെ? അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ 9നെ 3 ഇൻറ്റു 3 എന്ന് എഴുതി. ഇനി എന്ത് എഴുതാം ഇവിടെ? ഇതൊന്ന് ഓർഡറിലായിട്ട് എഴുതാം. 2⁴ ആദ്യം എഴുതി. ഇനി 3ൻ്റെ ടേം 3 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 3². അപ്പോൾ 3² ഇൻറ്റു 5 ഇൻറ്റു 7, അതായത് പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതിയില്ലേ? ക്ലിയർ ആണോ ഇത്? ഇനി നെക്സ്റ്റ്, സ്റ്റേറ്റ് എനി 4 പ്രോപ്പർട്ടീസ് ഓഫ് കോൺഗ്രുവൻസ്. കോൺഗ്രുവൻസിന് 4 പ്രോപ്പർട്ടീസ് സ്റ്റേറ്റ് ചെയ്യാനാണ് ഇവിടെ പറഞ്ഞത്. ഒന്നാമത്തെ ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ, നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ റിഫ്ലെക്സീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? എ കോൺഗ്രുവൻറ്റ് ടു എ മോഡ് n ആണെങ്കിൽ റിഫ്ലെക്സീവ്. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി സിമ്മട്രിക് പ്രോപ്പർട്ടി. ഇഫ് എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് n ദെൻ ബി കോൺഗ്രുവൻറ്റ് ടു എ മോഡ് n. നമ്മൾ പഠിച്ചതാണ്. റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും എ ബിനോട് റിലേറ്റഡ് ആണെങ്കിൽ ബി എനോട് റിലേറ്റഡ് ആയിരിക്കും. ഇവിടെ കോൺഗ്രുവൻസിൻ്റെ കേസിൽ സെയിം എന്താണ്? എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് n ആണെങ്കിൽ ബി കോൺഗ്രുവൻറ്റ് ടു എ മോഡ് n ആയിരിക്കും. അതാണ് റിഫ്ലെക്സീവ് സിമ്മട്രിക്. ഇനി ട്രാൻസിറ്റീവ് എന്തായിരുന്നു നമ്മൾ പഠിച്ച ഓർമ്മയല്ലേ? എ ബിനോട് റിലേറ്റഡ് ആണ്, ബി സിനോട് റിലേറ്റഡ് ആണെങ്കിൽ എ സിനോട് റിലേറ്റഡ് ആയിരിക്കും. അതേപോലെ ഇവിടെ എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എന്നും ബി കോൺഗ്രുവൻറ്റ് ടു സി മോഡ് എന്നും ആണെങ്കിൽ എ കോൺഗ്രുവൻറ്റ് ടു സി മോഡ് n ആയിരിക്കും. അതാണ് മൂന്നാമത്തെ പ്രോപ്പർട്ടി പറയുന്നത്. ഇനി നാലാമത്തെ പ്രോപ്പർട്ടിയിൽ നമുക്ക് അഡീഷൻ ഓർ മൾട്ടിപ്ലിക്കേഷൻ, അത് രണ്ടും കൂടി ഒരു ഒറ്റ പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് പറയാം. അതായത് ഇഫ് എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എന്നും ആൻഡ് സി കോൺഗ്രുവൻറ്റ് ടു ഡി മോഡ് എന്നും ആണെങ്കിൽ നമുക്കതിനെ എങ്ങനെ എഴുതാം? ഈ ലെഫ്റ്റ് വരുന്ന ടേമുകൾ ആഡ് ചെയ്ത് എഴുതാം, അതേപോലെ മൾട്ടിപ്ലൈ ചെയ്തു എഴുതാം. അതായത് എ പ്ലസ് സി കോൺഗ്രുവൻറ്റ് ടു ബി പ്ലസ് ഡി മോഡ് n എന്ന് എഴുതാം, എ സി കോൺഗ്രുവൻറ്റ് ടു ബി ഡി മോഡ് n എന്ന് എഴുതാം. ഈ 4 പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ എഴുതിയത്. ഇനി 7th ക്വസ്റ്റ്യന്, യൂസ് ദ യൂക്ലിഡിയൻ അൽഗോരിതം ടു എക്സ്പ്രസ് GCD ഓഫ് 120 ആൻഡ് 23 ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് 120 ആൻഡ് 23. നമ്മളോട് യൂക്ലിഡിയൻ അൽഗോരിതം യൂസ് ചെയ്തിട്ട് GCD കണ്ടുപിടിക്കാനും പറഞ്ഞിട്ടുണ്ട്. ആ GCDനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം? 120ൻ്റെയും 23ൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതണം. നമ്മൾ പഠിച്ചതാണിത്. എങ്ങനെയാണ് GCD കണ്ടുപിടിക്കുക? നമ്മൾ പഠിച്ചല്ലേ. അപ്പോൾ യൂക്ലിഡിയൻ അൽഗോരിതം വെച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? ഇതിൽ 120, 23 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 123 അല്ലേ? അപ്പോൾ 123നെ 23ൻ്റെ മൾട്ടിപ്പിൾ പ്ലസ് ഒരു നമ്പർ എന്ന് പറഞ്ഞ ഫോർമാറ്റിൽ എഴുതാം. ദെൻ നെക്സ്റ്റ് കൺസിഡർ ചെയ്യേണ്ടത് 23യും 5. അതിലേറ്റവും വലുത് 23. അപ്പോൾ 23നെ 5ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാം. അപ്പോൾ 5 ഇൻറ്റു 4 പ്ലസ് 3 എന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് കൺസിഡർ ചെയ്യേണ്ടത് ഈ 5നെ 3നെയാണ് കൺസിഡർ ചെയ്യേണ്ടത്. അതിലേറ്റവും വലുത് 5. അപ്പോൾ 5നെ 3ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതുകയാണെങ്കിൽ 3 ഇൻറ്റു 1 പ്ലസ് 2 എന്ന് എഴുതാം. ഇനി നെക്സ്റ്റ് ഏതായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുക? 3യും 2 ആണ് കൺസിഡർ ചെയ്യുക. 3നെയും 2നെയും അതിൽ ഏറ്റവും വലുത് 3. അപ്പോൾ 3നെ 2ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാം. അപ്പോൾ 2 ഇൻറ്റു 1 പ്ലസ് 1 എന്ന് എഴുതാം. ഇനി നെക്സ്റ്റ് കൺസിഡർ ചെയ്യുന്നത് 2ഉം 1ഉം. 2ഉം 1ൽ 2നെ നമുക്ക് എങ്ങനെ എഴുതാം? 1ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതിക്കൂടെ? 1 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 2 അല്ലേ? പ്ലസ് 0. അപ്പം ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ലാസ്റ്റ് പ്ലസ് 0 കിട്ടിക്കഴിഞ്ഞാൽ തൊട്ട മുന്നത്തെ ഏതാണോ വാല്യൂ അതാണ് നമ്മൾ GCD. ഇത്രയും കിട്ടിയ ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ഈ ഏരോ മാർക്കിട്ട് ഈ സ്റ്റെപ്പ് നിന്നാണ് തുടങ്ങുന്നത്. ഈ കിട്ടിയ GCD എന്ന് പറഞ്ഞാൽ ഇതാ. ഈ 1നെ നമുക്കൊരു ഇക്വേഷനാക്കി എഴുതണം. അതായത് 1 മാത്രം ഇവിടെ വെക്കുക. 2 ഇൻറ്റു 1 എന്ന് പറഞ്ഞ ടേമിനെ ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തേ മാറും? മൈനസ് എന്ന് പറഞ്ഞ ഫോർമാറ്റിലായി. അപ്പോൾ 3 മൈനസ് 2 ഇൻറ്റു 1 ആയി. ഇനി എന്ത് ചെയ്യുക? അടുത്ത സ്റ്റെപ്പിൽ 1ൻ്റെ മേലുള്ള ആളാരാ? 2. ഇനി 2ന് ഇക്വേഷൻ ഉണ്ടാക്കുക. 2 എന്ന് പറഞ്ഞ ഇക്വേഷൻ എന്തായിരിക്കും? ഈ 3 ഇൻറ്റു 1 ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ 5 മൈനസ് 3 ഇൻറ്റു 1 ആവും. അപ്പോൾ ഈ 2ന് പകരം എന്ത് കൊടുക്കുക? 5 മൈനസ് 3 ഇൻറ്റു 1 കൊടുക്കുക. അതാണ് എന്ത് അടുത്ത സ്റ്റെപ്പ് വരുന്നത്. അപ്പോൾ 5 മൈനസ് 3 ഇൻറ്റു 1 വന്ന്. ഇനി എന്ത് കിട്ടി ഇവിടെ? 3 മൈനസ് 5 മൈനസ് ഇൻറ്റു മൈനസ് പറഞ്ഞാൽ പ്ലസ്സാണ്. അപ്പോൾ 2 പ്രാവശ്യമാണ് ഇവിടെ 3 വരുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ 3 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ ശരിക്കും 6 ആ 6 നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 3 എന്ന് എഴുതിക്കൂടെ? കുഴപ്പമില്ല. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ 2 ഇൻറ്റു 3 മൈനസ് 5 എന്ന് വന്നി. ഇനി നമ്മൾ ആരായിരിക്കും നോക്കുക? അതായത് 2ന് നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കി. 2ൻ്റെ തൊട്ട് മേലുള്ള ആരാ? 3. അപ്പോൾ 3ന് ഇക്വേഷൻ ഉണ്ടാക്കണം. 3ന് എങ്ങനെ ഇക്വേഷൻ ഉണ്ടാക്കുക? ഈ 5 ഇൻറ്റു 4 ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ മൈനസ് ആവും.
അപ്പോൾ 23 മൈനസ് 5 ഇൻറ്റു 4 മൈനസ് 5 9. ഇനി ഓരോ ടേമിനെ 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 2 ഇൻറ്റു 23 എന്ന് വന്ന് മൈനസ്, നമുക്കവിടെ 5 അവിടെ വരണം. കാരണം എന്തുകൊണ്ടാണ്? 5 ആണ് നെക്സ്റ്റ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് 4നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2 ഇൻറ്റു 5 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ ശരിക്കും 8 ഇൻറ്റു 5 എന്ന് എഴുതുക. കാരണം 5നെ നമ്മൾ ഒരിക്കലും മൾട്ടിപ്ലൈ ചെയ്തത്, കാരണം അത് നമുക്ക് ആവശ്യമുണ്ട് അടുത്ത സ്റ്റെപ്പിൽ. അപ്പോൾ ബാക്കി എന്ത് വരും? ഒരു -5 ഉണ്ടായിരിക്കും. അതാണ് എഴുതിയത്. അപ്പോൾ നോക്കിയാൽ ഇവിടെ 2 ഇൻറ്റു 23 മൈനസ് 8 ഇൻറ്റു 5 മൈനസ് 5 ഇൻറ്റു 1. അതാണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്. അതായത് -5 എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 1. ഇനി നോക്കിയേ -8 എടാ നമ്മൾ പഠിച്ചല്ലേ. ഇപ്പോൾ -2a മൈനസ് എ എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും രണ്ട് നമ്പേഴ്സുകൾ മൈനസ് ചെയ്യുന്ന സമയത്ത് എന്താ കോമൺ ആയിട്ട് നെഗറ്റീവ് സൈൻ കൊടുക്കുക, നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാം. അതേപോലെ ഇവിടെ ഒരു കോൺസ്റ്റൻറ്റിന് മൾട്ടിപ്പിൾ ആണ്. അതായത് -8 ഇൻറ്റു 5 ഉണ്ട്, -1 ഇൻറ്റു 5 ഉണ്ട്. അപ്പോൾ എന്തായിരിക്കും ആൻസർ കിട്ടുക? -9 ഇൻറ്റു 5 അല്ലേ? അതായത് -8a -a എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും -9a. അതേ രീതിയിലാണ് ഇവിടെ എഴുതിയത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ അപ്പോൾ നമുക്കിനി ആർക്കായിരിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? 5ന്. അപ്പോൾ 5ൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ഈ 23 ഇൻറ്റു 5 ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ 120 മൈനസ് 23 ഇൻറ്റു 5 എന്നാവും. ഇനി എന്ത് ചെയ്യുക? ജസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, എല്ലാവർക്കും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് വരും? 2 ഇൻറ്റു 23 മൈനസ് 9 ഇൻറ്റു 120 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്. അപ്പോൾ ഈ 9 ആർക്കായി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക? 23ക്കാണോ? അല്ല, കാരണം 23ൻ്റെ 120ൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ ആയിട്ടാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ ആർക്ക് മൾട്ടിപ്ലൈ ചെയ്യണം? 5ന് മൾട്ടിപ്ലൈ ചെയ്യണം. 9 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 45. അപ്പോൾ 45 ഇൻറ്റു 23 എന്നാവും. എടാ ഇനി ഇവിടെ നോക്ക്, 23 വരുന്ന രണ്ടാളില്ലേ? ആരൊക്കെയത്? 2 ഇൻറ്റു 23യും പ്ലസ് 45 ഇൻറ്റു 23യും. അപ്പോൾ എന്തായിരിക്കും വരിക? 47 ഇൻറ്റു 23 എന്നല്ലേ വരിക? രണ്ടും കൂടി ആഡ് ചെയ്താൽ പോരെ? കോമൺ എടുക്കുക, 23 കോമൺ എടുക്കുക, നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാം. അപ്പോൾ 47 ഇൻറ്റു 23 മൈനസ് 9 ഇൻറ്റു 120. അപ്പോൾ ഇതായിരിക്കും നമ്മൾ എന്ത്? ലീനിയർ കോമ്പിനേഷൻ. തന്നിരിക്കുന്ന GCD നമുക്ക് 120ൻ്റെയും 23ൻ്റെയും ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോൾവ് ദ ലീനിയർ കോൺഗ്രുവൻസ് 14x കോൺഗ്രുവൻറ്റ് ടു 12 മോഡ് 18. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ലീനിയർ കോൺഗ്രുവൻസിൻ്റെ ജനറൽ ആയിട്ടുള്ള ഫോം എന്താ? AX കോൺഗ്രുവൻറ്റ് ടു B മോഡ് n എന്നാണ് ഫോർമുല. അപ്പോൾ ഇവിടെ എൻ്റെ സ്ഥാനത്ത് ആരാ? 14, ബിയുടെ സ്ഥാനത്ത് 12, എന്നിൻ്റെ സ്ഥാനത്ത് 18. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത് എൻ്റെ എന്നിൻ്റെ GCD കണ്ടുപിടിക്കാം. എൻ്റെ എന്നിൻ്റെ GCD എന്തായിരിക്കും? എ എന്ന് പറഞ്ഞാൽ 14 ആണ്, n 18 ആണ്. അപ്പോൾ 14ൻ്റെയും 18ൻ്റെയും ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസറാണ്. ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഏതായിരിക്കും? 2 ആയിരുന്നു കിട്ടുക. കാരണം കണ്ടുപിടിക്കാൻ പഠിച്ചില്ല, ഇനി വീണ്ടും ഞാൻ പറയണ്ടല്ലോ. അപ്പോൾ GCD കണ്ടുപിടിച്ചു. ഇനി നോക്കേണ്ടത് ഈ GCD, കിട്ടിയ GCD ബീനെ ഡിവൈഡ് ചെയ്യുമോ നോക്കണം. കിട്ടിയ GCD 2 അല്ലേ? 2 12നെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ആ കാര്യം കിട്ടി. അങ്ങനെയാണെങ്കിൽ 12, അതായത് ഈ കിട്ടിയ GCD ബീനെ ഡിവൈഡ് ചെയ്യുമെങ്കിൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും. ക്ലിയർ ആണല്ലോ? അപ്പോൾ 2 ഇൻകോൺഗ്രുവൻറ്റ് സൊല്യൂഷൻസ് എന്തായാലും ഉണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക അറിയോ? ഈ 2 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുക. അതായത് കിട്ടിയ GCDനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 14നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 7x എന്ന് കിട്ടും. കോൺഗ്രുവൻറ്റ് 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6 എന്ന് കിട്ടി. മോഡ് 18നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9. ഇനി നമുക്ക് എന്താ? x ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. അതായത് 7x എന്ത് ചെയ്യുക? നമ്മൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 6 കിട്ടണം. അതായത് 7x നമുക്ക് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 6 റിമൈൻഡർ ആയിട്ട് കിട്ടുന്ന എക്സിൻ്റെ വാല്യൂസാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ മോഡുലർ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കണ്ടുപിടിക്കും. അതായത് 7 മോഡുലോ 9ൻ്റെ മോഡുലർ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കണ്ടുപിടിക്കും. അതെങ്ങനെയാണ് ഇൻവേഴ്സ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ജസ്റ്റ് ഒരു k എന്ന് പറഞ്ഞൊരു നമ്പർ ജസ്റ്റ് എടുക്കാം. ഇനി ആ 7k കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 9 എന്ന് കിട്ടണം. അങ്ങനെയാണ് നമ്മൾ മോഡുലർ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. മോഡുലർ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. ഈ ഏത് കെൻ്റെ വാല്യൂവിലാണോ നമുക്ക് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണോ നമുക്ക് ഇവിടെ 1 കിട്ടുന്നത്, അതാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നോക്ക്, ഞാൻ അത് കെന് 1 കൊടുക്കുന്നു. അപ്പോൾ കെന് 1 കൊടുക്കുമ്പോൾ എന്താ വരിക? ഒന്നിവിടെ ശ്രദ്ധിച്ചേ. കെന് 1 കൊടുക്കുമ്പോൾ 7 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 7 വരിക. 7നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൽ എന്താ കിട്ടുക? എന്തായിരിക്കും നമുക്ക് കിട്ടുക? എന്താടാ വരിക? 7നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ?
ഇല്ല അല്ലേ, കാരണം എന്താ, അത് 9നേക്കാട്ടും ചെറിയ നമ്പറാണ്. അപ്പോൾ 7 തന്നെ എഴുതാം. ഇനി എന്ത് ചെയ്യുന്ന നെക്സ്റ്റ് സ്റ്റെപ്പ്, കെൻ്റെ സ്ഥാനത്ത് 2 കൊടുക്കുക. അപ്പോൾ 7 × 2, 7 × 2 എന്ന് പറഞ്ഞാൽ 14. ഇനി 14 എന്ത് ചെയ്യുക, 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 14 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര നമുക്ക് റിമൈൻഡർ കിട്ടുക, 5 ആണ് റിമൈൻഡർ കിട്ടുക അല്ലേ. 1 × 9 ആണ് 9. ഇനി 14 9 കൊണ്ട് മൈനസ് ചെയ്താൽ 5 ആണ്. അപ്പോൾ 5 ആണ് റിമൈൻഡർ. ആ 5 ആണ് നമ്മളിവിടെ എഴുതിയത്. ഇനി അടുത്തത് 7 × 3, അതായത് കെക്ക് 3 കൊടുക്കുന്നു. 7 × 3 എന്ന് പറഞ്ഞാൽ 21. 21നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 3 ആണ് കിട്ടുക. അപ്പോൾ 21 കോൺഗ്രുവൻറ്റ് ടു 3 മോഡ് 9 എന്ന് എഴുതി. ഇനി 7 × 4 28 ആണ്. 28നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടുക, 28നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രാമത്തെ മൾട്ടിപ്പിളാണ്, എത്ര വരിക, 27. 9 3s are 27 ആണ് അല്ലേ. അപ്പോൾ 27. അപ്പോൾ റിമൈൻഡർ എത്ര പറ്റിയ 1. അപ്പോൾ നമുക്ക് കിട്ടുക, ആവശ്യമുള്ള ആളെ കിട്ടിയില്ലേ, റിമൈൻഡർ 1 കിട്ടേണ്ടി വരും. അത് എപ്പോഴാണ്, കെൻ്റെ എത്രാമത്തെ വാല്യൂ കെക്ക് എത്ര കൊടുക്കുമ്പോഴാണ് അവിടെ കിട്ടുന്നത്, 4. അപ്പോൾ ഇവിടുത്തെ മോഡുലർ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 7ൻ്റെ മോഡുലർ ഇൻവേഴ്സ് 4 ആണെന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ എഴുതി വെച്ചൊരു ഇക്വേഷൻ ഇല്ലേ, 7x കോൺഗ്രുവൻറ്റ് ടു 6 മോഡ് 9, അതിനെ ഈ മോഡുലർ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക രണ്ട് സൈഡിലും. അപ്പോൾ 4 × 7x എന്ന് പറഞ്ഞാൽ 28x, പിന്നെ 4 × 6 24. ഒരിക്കലും മോഡിൻ്റെ ഉള്ളിലുള്ള ആളെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട കേട്ടോ. ഇനി എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 28 കോൺഗ്രുവൻറ്റ് ടു എത്രാമത്താന്ന് നോക്കുക. അതായത് 28 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 28നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 ആണ് നമുക്ക് റിമൈൻഡർ കിട്ടുക അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് 28 കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 9 എഴുതാം. ഇനി അതേപോലെ 24നെ എഴുതാൻ പറ്റുമോ നോക്കുക. 24നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയായിരിക്കും റിമൈൻഡർ വരിക, 6 അല്ലേ. അപ്പോൾ 24 കോൺഗ്രുവൻറ്റ് ടു 6 മോഡ് 9 കിട്ടി. ഇനി എന്ത് ചെയ്യും, ഇനി അത് രണ്ടും എന്ത് ചെയ്യും, ഓരോന്നിൻ്റെ സ്ഥലത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 28ന് പകരം നമുക്ക് എന്ത് കൊടുക്കുക, 28 കോൺഗ്രുവൻറ്റ് ടു 24 മോഡ് 9ൽ 28 1ന് കോൺഗ്രുവൻ്റ് ആണെന്ന് പറഞ്ഞാൽ 28ന് പകരം നമുക്ക് 1 എന്ന് കൊടുക്കുക. ബാക്കി എക്സ് അല്ല ഇവിടെ ഉള്ളത്, 1 × എക്സ്. ഇനി 24ന് പകരം നമ്മൾ എന്താ അവിടെ കൊടുക്കുക, 6. അപ്പോൾ എക്സ് കോൺഗ്രുവൻറ്റ് ടു 6 മോഡ് 9 എന്നാണ് വരിക. അതായത് എക്സിന് 6, അതെ എക്സിൻ്റെ വാല്യൂ എന്താണ്, 6 സൊല്യൂഷൻസ് ആണ്, 6 ഉണ്ടായിരിക്കും വാല്യൂ ഉണ്ടാവുക. ഇത്രയാണ് വരുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യന്, ഫൈൻഡ് ദ GCD യൂസിങ് യൂക്ലിഡിയൻ അൽഗോരിതം, GCD ഓഫ് 252 ആൻഡ് 198. സെയിം മെത്തേഡാണ്, നമ്മൾ തൊട്ട് മേലെ ചെയ്തതാണ്. ഒന്ന് തന്നെ ചെയ്ത് നോക്കാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ, സോൾവ് ദ ലീനിയർ കോൺഗ്രുവൻസ്. നമ്മൾ തൊട്ട് മേലെ ചെയ്ത പോലെ തന്നെ ലീനിയർ കോൺഗ്രുവൻസ് സോൾവ് ചെയ്യണം. അതായത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ആദ്യം എന്താ നമ്മൾ ചെയ്യുക, GCD ഓഫ് A എന്ന് കണ്ടുപിടിക്കുക. A എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ്, A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4, B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8, N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 അല്ലേ. അപ്പോൾ GCD ഓഫ് A എന്ന് പറഞ്ഞാൽ GCD ഓഫ് 4 12 കണ്ടുപിടിക്കണം. 4ന് 12ലും ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആണ്. അപ്പോൾ അതായത് നമുക്ക് ഇവിടെ നിന്ന് എന്ത് പറയണം, ഇനി അടുത്ത ചെക്ക് ചെയ്യേണ്ടത് എന്താ, ഈ കിട്ടിയ GCD ബീനെ ഡിവൈഡ് ചെയ്യുമോ നോക്കണം. അതായത് 8നെ ഡിവൈഡ് ചെയ്യും. അതുകൊണ്ട് ഇവിടെ 4 സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. ഇനി എന്ത് ചെയ്യണം, ഈ കിട്ടിയ GCDനെ ഇക്വേഷൻ വെച്ചിട്ട്, അതായത് ഇക്വേഷനിൽ നിന്ന് ഡിവൈഡ് ചെയ്യണം. 4x കോൺഗ്രുവൻറ്റ് ടു 8 മോഡ് 12നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 4x ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ x, 8 ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ 2, 12 ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ 3. അപ്പോൾ x കോൺഗ്രുവൻറ്റ് 2 മോഡ് 3 എന്ന് കിട്ടി. അതായത് വലിയ വലിയ സ്റ്റെപ്പുകളൊക്കെ ചെയ്യാണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ തന്നെ കിട്ടി. അപ്പോൾ x കോൺഗ്രുവൻറ്റ് 2 മോഡ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നതാണ്, ഈ 0ൻ്റെയും ഈ ഒരു 12 വാല്യൂസ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. അതായത് ഇൻറ്റീജേഴ്സ് ആണ്, 0 മുതൽ 12 വാല്യൂസ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ശരിക്കും അത് വാല്യൂ എവിടെ തൊട്ട് എവിടെ വരിക, 0 മുതൽ 11 വരിക. അതായത് എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ 4 സൊല്യൂഷൻ ഉണ്ടാവുക. ആ 4 സൊല്യൂഷൻ 0ൻ്റെയും 11ൻ്റെയും ഇടയിലായിരിക്കും എന്ന് മനസ്സിലാക്കുക. ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 2 ആണ്. ഇനി അടുത്ത സൊല്യൂഷൻ കിട്ടണമെങ്കിൽ 2നെ ഈ 3 കൊണ്ട് ആഡ് ചെയ്യുക. അപ്പോൾ 2 + 3 എന്ന് പറഞ്ഞാൽ 5. ഇനി അടുത്ത സൊല്യൂഷൻ കിട്ടണമെങ്കിൽ 5നെ 3 കൊണ്ട് ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും, 8. ഇനി നെക്സ്റ്റ് സൊല്യൂഷൻ കിട്ടണമെങ്കിൽ 8നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 11. അതായത് 11 വരെ മാക്സിമം പോകാൻ പാടില്ല, അതിന് മേലെ പോകാൻ പാടില്ല. അപ്പോൾ നമ്മളെ സൊല്യൂഷൻ എന്താണ്, x കോൺഗ്രുവൻറ്റ് ടു 2 5 8 11 മോഡ് 12 എന്നാണ് സൊല്യൂഷൻ വരുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
Solve the linear system x congruent to 2 mod 3, x congruent to 3 mod 5 and x congruent to 2 mod 7 using Chinese remainder theorem. ചൈനീസ് റിമൈൻഡർ തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറാണ്. ഇങ്ങനെ മൂന്നൊരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് തന്നു കഴിഞ്ഞാൽ, അതായത് കോൺഗ്രുവൻസ് തന്നു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാനാണ് നമ്മൾ ക്വസ്റ്റ്യൻ വരിക. ഇതിൻ്റെ അത് നമുക്ക് എന്ത് ചെയ്യാം, A1, A2, A3, N1, N2, N3 ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് എക്സ് കോൺഗ്രുവൻറ്റും അതാണ്. അതായത് എക്സ് കോൺഗ്രുവൻറ്റ് കഴിഞ്ഞിട്ടുള്ള ആ ടേമാണ് എന്ത്, A1, A2, A3 എന്ന് പറഞ്ഞാൽ. ഒന്നാമത്തേൽ A1 എന്ന് പറഞ്ഞാൽ എന്താണ് 2, രണ്ടാമത്തേൽ A2 3, മൂന്നാമത്തേൽ 2. അപ്പോൾ A3 വരെ കിട്ടി. A1 2, A2 = 3 ആൻഡ് A3 = 2 എന്ന് കിട്ടി. ഇനി N1 എന്ന് പറഞ്ഞാൽ മോഡിൻ്റെ ഉള്ളിൽ വരുന്ന ആളാണ് എന്ത്, Nൻ്റെ വാല്യൂസ്. 3 ഇക്വേഷൻ ഉള്ളതുകൊണ്ടാണ് N1, N2, N3 എന്ന് എടുത്തത്. അപ്പോൾ ഫസ്റ്റ് വൺ N1 = 3, N2 = 5, N3 = 7. അത് എഴുതി ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് സ്മോൾ ലെറ്റർ n കണ്ടുപിടിക്കണം. സ്മോൾ ലെറ്റർ n എന്ന് പറഞ്ഞാൽ ഈ N1നെ N2നെ N3നെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ് എന്ത്, n എന്ന് പറഞ്ഞാൽ. അപ്പോൾ 105 കിട്ടും. അതായത് N1 എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 × 5 × 7 എന്ന് പറഞ്ഞാൽ 105. ഇനി അതിന് ശേഷം ക്യാപിറ്റൽ N1 കണ്ടുപിടിക്കണം. ഇതൊക്കെ ഈ ഇക്വേഷൻസ് ഒക്കെ ബൈ ഹാർട്ട് പഠിച്ചിട്ട് ചെയ്തിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ ക്യാപിറ്റൽ N1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ലെറ്റർ n ഡിവൈഡഡ് ബൈ N1 ആണ്. സ്മോൾ ലെറ്റർ n എന്ന് പറഞ്ഞാൽ എന്താണ്, 105. 105നെ N1 ആയ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 35 കിട്ടും. ഇനി N2 കണ്ടുപിടിക്കണമെങ്കിൽ സ്മോൾ ലെറ്റർ n/N2, അതായത് 105/5, 21 കിട്ടും. ഇനി N3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ലെറ്റർ n/N3, അതായത് 105/7, 15 കിട്ടും. ഇനി എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഓരോന്നിൻ്റെ GCD കണ്ടുപിടിക്കണം. അതായത് GCD ഓഫ് ക്യാപിറ്റൽ N1, N1 കണ്ടുപിടിക്കണം. ക്യാപിറ്റൽ N1 എന്ന് പറഞ്ഞാൽ 35 ആണ്. സ്മോൾ n1 3. 35ൻ്റെ 3ൻ്റെ GCD എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ അത് നമുക്ക് എന്ത് പറയാം, 35 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod 3 എന്ന് എഴുതാം. അപ്പോൾ എങ്ങനെ എഴുതുന്നത് ആലോചിക്കുക. ഈ ക്യാപിറ്റൽ N1 ഇൻറ്റു എക്സ് കോൺഗ്രുവൻറ്റ് ടു GCD മോഡ് സ്മോൾ ലെറ്റർ N1, ആ രീതിയിലാണ് എഴുതുക. ഇനി ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടായിരിക്കും. ആൻഡ് ആ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 35നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എത്രയാണോ റിമൈൻഡർ കിട്ടുന്നത് അതാണ് എന്ത്, സൊല്യൂഷൻ വരുന്നത്. അതായത് x1 ഇങ്ങനെ ആലോചിച്ചാൽ മതി. 35നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്താ നമുക്ക് കിട്ടുക, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 3ൽ 3 1 ടൈം. അപ്പോൾ എന്ത് വരും, 0 വരും. പിന്നെ 5 എടുക്കുന്ന സമയത്ത് 1 ടൈം. 5 - 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആയിരിക്കും. അപ്പോൾ x1 കോൺഗ്രുവൻറ്റ് 2 mod 3 എന്ന് കിട്ടി. അതായത് x1 കിട്ടി 2 ആണെന്ന്. ഇനി അടുത്ത് എന്ത് ചെയ്യുക, x2 കണ്ടുപിടിക്കണമെങ്കിൽ നെക്സ്റ്റ് എടുക്കുക. N2ൻ്റെയും ക്യാപിറ്റൽ N2ൻ്റെയും സ്മോൾ ലെറ്റർ N2ൻ്റെയും GCD എടുക്കുക. അപ്പോൾ ക്യാപിറ്റൽ N2 എന്ന് പറഞ്ഞാൽ 21 ആണ്. സ്മോൾ ലെറ്റർ N2 എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പോൾ അവർ രണ്ടുപേരുടെ GCD എടുക്കുമ്പോൾ വീണ്ടും എഗെയിൻ നമുക്ക് 1 തന്നെയാണ് കിട്ടുക. ഇനി ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കോൺഗ്രുവൻസ് ആയിട്ട് എഴുതണമെങ്കിൽ എങ്ങനെയായിരുന്നു എഴുതുക, ക്യാപിറ്റൽ N1 ഇൻറ്റു എക്സ് കോൺഗ്രുവൻറ്റ് ടു GCD മോഡ് സ്മോൾ ലെറ്റർ N2 എന്ന് എഴുതുക. ഇതിന് സൊല്യൂഷൻ ഉണ്ടായിരിക്കും. എങ്ങനെയാണ് സൊല്യൂഷൻ കണ്ടുപിടിക്കുക, 21നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 21നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്താ, 4 5 20 അല്ലേ. അപ്പോൾ ഇനി 21ൽ നിന്ന് 20 പോയാൽ റിമൈൻഡർ 1. അങ്ങനെയാണ് നമുക്ക് x2ൻ്റെ വാല്യൂ കിട്ടിയത്. ഇനി ലാസ്റ്റ് x3 കണ്ടുപിടിക്കണമെങ്കിൽ എന്തായിരിക്കും നമ്മൾ കണ്ടുപിടിക്കുക, GCD ഓഫ് N3, N3. ക്യാപിറ്റൽ N3, N3. ക്യാപിറ്റൽ N3 എന്ന് പറഞ്ഞാൽ 15 ആണ്. സ്മോൾ ലെറ്റർ N3 എന്ന് പറഞ്ഞാൽ 7. 15ൻ്റെ 7ൻ്റെ GCD എന്താണ്, 1 ആണ് കിട്ടുന്നത്. ഇനി എന്ത് ചെയ്യണം, ഇതിനെ നമുക്ക് സൊല്യൂഷൻ ആർക്കാ സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ കോൺഗ്രുവൻസ് ആയിട്ട് എഴുതണം. അതായത് 15x കോൺഗ്രുവൻറ്റ് ടു 1 mod 7 എന്ന് എഴുതണം. ഇനി എങ്ങനെയാണ് നമ്മൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, 15 7നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്തായിരിക്കും കിട്ടുക, 1 7s are 7, 2 7s are 14. അപ്പോൾ റിമൈൻഡർ 3 കിട്ടുക 1. അപ്പോൾ x3 കോൺഗ്രുവൻറ്റ് ടു 1 mod 7, x3ൻ്റെ വാല്യൂ കിട്ടി. ഇനി എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ഇതാണ് നമ്മൾ ഇക്വേഷൻ. അതായത് A1 N1 x1 പ്ലസ് A2 ക്യാപിറ്റൽ N2 ആണ്, ക്യാപിറ്റൽ N2 x2 പ്ലസ് A3 N3 x3. അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരിക, ഈ A1ൻ്റെ സ്ഥാനത്ത് 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. N1 കിട്ടിയതാണ്, x1 x2 x3 ഒക്കെ കിട്ടിയതാണ്. അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, എന്താ അവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുക, 233 mod 105 എന്ന് കിട്ടും. മോഡ് n ആണ്, ഈ സ്മോൾ ലെറ്റർ n ആണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അതാണ് 105 കേട്ടോ.
അപ്പോൾ ഈ എന്ത് കിട്ടി നമുക്ക് 233 മോഡ് 105 എന്ന് കിട്ടി. ഇത് 233നെ നമുക്ക് വീണ്ടും ചെറുതാക്കാം. അതെങ്ങനെ? 233നെ 105 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയാണോ നോക്കുക. റിമൈൻഡർ 23 കിട്ടുന്നത് കൊണ്ട് നമുക്കിതിനെങ്ങനെ എഴുതാം? 23 മോഡ് 105 എന്ന് എഴുതാം. ഇത്രയാണ് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ വേറെയും ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക, സിലബസ് നോക്കിയിട്ട് കറക്റ്റായിട്ട് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. താങ്ക്